സംസ്ഥാന തലത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം, ദേശീയ തലത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി. രണ്ട് രാഹുലും കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒരു രാഹുലിന് നിയമസഭയിൽ വരണമെങ്കിൽ മറ്റൊരു രാഹുലിന് പ്രസംഗിക്കണമെന്നാണ്. രണ്ട് അമൂൽ ബേബികളും കോൺഗ്രസിനെ അവരുടെ കുട്ടിച്ചോറാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ദേശീയ തലത്തിലെ രാഹുൽ ഗാന്ധി തന്റെ മണ്ഡലമായ റായ്ബറേലിയിൽ ഒരു യോഗം വിളിച്ചു. വികസനവുമായി ബന്ധപ്പെട്ട യോഗം, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കുകയും ഉത്തർപ്രദേശിലെ മന്ത്രിയെ ആ യോഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ രണ്ട് പ്രതിപക്ഷ നേതാവും മന്ത്രിയും തമ്മിൽ തർക്കമാണ്. കാരണം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുകയാണ് തനിക്ക് ആദ്യം പ്രസംഗിക്കണമെന്ന്. BJP നേതാവായ ദിനേശ് പ്രതാപ് സിംഗ് പറയുകയാണ് തനിക്ക് ആദ്യം പ്രസംഗിക്കണമെന്ന്. അങ്ങനെ വലിയ തർക്കമാണ് ഉണ്ടായിരിക്കുന്നത്. പോട്ടെ, മന്ത്രിയുടെ കാര്യം വിടാം. ഉത്തരേന്ത്യയിലെ മന്ത്രിയല്ലേ. കേരളത്തിലുള്ളവർ പലരും വിമർശിക്കുന്നുണ്ടല്ലോ, ഉത്തരേന്ത്യയുടെ മന്ത്രിമാരെ കുറിച്ച് അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. എല്ലാം തികഞ്ഞ രാഹുൽ ഗാന്ധിയോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഒരു അമൂൽ ബേബിയെ പോലെ എനിക്ക് ആദ്യം പ്രസംഗിക്കണം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. എന്തായാലും വർഷങ്ങൾക്ക് മുൻപ് VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴാണ് കറക്റ്റ് ആയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ഒരു അമൂൽ ബേബിയാണെന്ന്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ആ പ്രവചനം നടത്തിയെങ്കിൽ ഇന്നലെ അത് റായ്ബറേലിയിൽ കണ്ടു. ഒരു അമൂൽ ബേബിയെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ എനിക്കാദ്യം പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോല്ലോ, അദ്ദേഹം ഇരുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ വേദി നൽകണം. അമേഠി, അതിന്റെ അടുത്താണല്ലോ അമേഠി, അവിടെ വികസനം ചെയ്ത് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് പരാജയപ്പെടുത്തി വിട്ടതിന് ശേഷം അദ്ദേഹം വന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ വന്നതിന് ശേഷം സംഭവിച്ചതോ, അവിടെ വയനാട്ടിൽ ഒരു തമാശ പറയുമല്ലോ, രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ എത്തിയത് കാട്ടാനകളാണ്. അദ്ദേഹം വിരലിൽ എണ്ണാവുന്ന തവണ മാത്രമാണ് വയനാട്ടിൽ എത്തിയത്. അതിനേക്കാൾ കടുവയും ആനയും പുലിയും എല്ലാം വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഈ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വലിയ അടിത്തറയുള്ള മണ്ഡലമായതുകൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടാകില്ല. പക്ഷെ 2019 വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ ആ ഭൂരിപക്ഷം കുറവാണ് 2024 സംഭവിച്ചത്. ആ രീതിയിലേക്ക് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രാഹുൽ ഗാന്ധി ആണ് റായ്ബറേലിയിൽ വികസന യോഗം വിളിച്ചത്. റായ്ബറേലിയും ഉത്തർപ്രദേശും വികസിക്കുന്നുണ്ട്, അതിന്റെ GDP ഉയരുന്നുണ്ട്, സാമൂഹിക സുരക്ഷയും അല്ലാതെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ആ സംസ്ഥാനം കാണിക്കുന്നുണ്ട്. അത് ഏത് രീതിക്കാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഏത് സർക്കാരാണെന്ന് നമുക്ക് വ്യക്തമാണ്. പിന്നീട് ഇപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ രാഹുൽ ഗാന്ധി വികസന യോഗം വിളിക്കാൻ പറ്റിയ സാഹചര്യമാണ്. ഈ കോൺഗ്രസിന്റെ ധാരണ എന്തോ ഉത്തർപ്രദേശ് അവർ പിടിച്ചടക്കിയെന്നാണ്. എന്ത് പിടിച്ചടക്കി? 2019 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചതോ ഒരു സീറ്റാണ്, സോണിയാഗാന്ധിയുടെ റായ്ബറേലി സീറ്റാണ് ലഭിക്കുക. അമേഠിയിൽ ഈ നമ്മുടെ അച്യുതാനന്ദൻ അമൂൽ ബേബി എന്ന് വിളിച്ച ഇദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയല്ലേ ചെയ്തത്. അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ്, അമേഠിയും റായ്ബറേലിയും. അങ്ങനെ കോൺഗ്രസിന് അടിത്തറയില്ലാത്ത ഒരു മണ്ണായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഇവരുടെ കുടുംബത്തിന്റെ കുത്തകയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നിരന്തരം മത്സരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിൽ ഇന്ന് ദയനീയമായി അവർ പരാജയപ്പെടുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ SP-യുടെ അഖിലേഷ് യാദവിന്റെ കാരുണ്യം കൊണ്ടാണ് വിജയിച്ചു കയറാൻ കഴിഞ്ഞത്. അല്ലാതെ ഇദ്ദേഹം പോയി ഒറ്റയ്ക്ക് മത്സരിച്ച 2 സീറ്റും പരാജയപ്പെടും. രാഹുൽ ഗാന്ധിയും പരാജയപ്പെടും. ഇപ്പോൾ 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി ഞങ്ങൾ നരേന്ദ്രമോദിക്ക് മുകളിൽ ഭൂരിപക്ഷം ഞങ്ങൾ നേടിയെന്നാണ് പറയുന്നത്. എന്ത് നേടി? ഒറ്റയ്ക്ക് മത്സരിക്കുമോ? ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യമുണ്ടോ? എന്നാൽ എത്ര സീറ്റ് ലഭിക്കും? അങ്ങനെയാണെങ്കിൽ അത്ര കരുത്തുള്ളവരാണെങ്കിൽ വരുന്നല്ലോ 2027 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ മത്സരിക്കട്ടെ. പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ആ ഉത്തർപ്രദേശിലേക്ക് അവർ പ്രചരണത്തിന് ഇറങ്ങട്ടെ. ഞങ്ങൾ ഉത്തർപ്രദേശ് ഭരിക്കും, BJP-യെ പോലെ. BJP ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണല്ലോ നിയമസഭയിൽ. അതുപോലെ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങട്ടെ, കാണാമല്ലോ എത്ര സീറ്റ് ലഭിക്കുമെന്ന്. എന്നാൽ രാഹുൽ ഗാന്ധി തന്റെ പദവി ഇപ്പോൾ ഏറ്റവും ദുരന്തകരമായ ഒരു കാര്യം, AKG ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇരുന്ന ആ കസേര, വാജ്പേയി അടക്കമുള്ളവർ, അദ്വാനി അടക്കമുള്ളവർ ഇരുന്ന
ആ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇന്നിരിക്കുന്നത് ഈ പപ്പുവാണ്, രാഹുൽ ഗാന്ധിയാണ്. ഈ പപ്പു അപ്പോൾ അതിന്റെ ആ പവർ കാണിക്കണ്ടേ? ആ ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആ ശക്തി കാണിക്കണ്ടേ? അല്ലാതെ ഒരു മന്ത്രിയോട്, ഉത്തർപ്രദേശിന്റെ മന്ത്രിയോട് ഒരു മൈക്കിന് വേണ്ടി അടികൂടുകയാണ് റായ്ബറേലിയിൽ വികസന യോഗം വിളിച്ചിട്ട്. അത് പോട്ടെ എന്ന് കരുതാം. അദ്ദേഹം ഇനി അതിനു മുൻപ് അദ്ദേഹം എവിടെയായിരുന്നു? മലേഷ്യയിലായിരുന്നു. മലേഷ്യയിൽ നിന്നും വികസന പദ്ധതികൾ പഠിച്ചിട്ട് വന്ന് അല്ലെ, അവിടെയുള്ള വികസന പദ്ധതികളും ചില ടൂറിസവും എല്ലാം ഉണ്ടല്ലോ. ആ ടൂറിസം ഇനി റായ്ബറേലിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ പലരും ഉണ്ടല്ലോ. കേരളത്തിൽ നിന്നും മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും എല്ലാം പല രാജ്യങ്ങളിൽ എത്തി അവിടെ നിന്നും ഞങ്ങൾ വികസനം പഠിച്ച് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് രാഹുൽ ഗാന്ധി എല്ലാം ഈ നമ്മുടെ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. അതുപോലെ ഇനി മലേഷ്യയിൽ നിന്ന് എന്തെങ്കിലും വികസന പദ്ധതികൾ റായ്ബറേലിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കട്ടെ. എന്തായാലും ആത്യന്തികമായി നമ്മുടെ എല്ലാം ലക്ഷ്യം ഇന്ത്യയുടെ വികസനം, ഇന്ത്യ ഉന്നതിയിൽ എത്തണമെന്നാണല്ലോ. അതിനുവേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ആര് വികസനത്തിന് വേണ്ടി ശ്രമിച്ചാലും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. തുടർ വിജയങ്ങളാണ്. തുടർ വിജയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ വികസന പദ്ധതികളുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം, ഒരവസരം ജനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നൽകുകയാണ്. എല്ലാ സംസ്ഥാനവും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. പണ്ടെല്ലാം ആയിരുന്നെങ്കിൽ ഒരു സർക്കാർ വന്നതിന് ശേഷം അടുത്ത സർക്കാർ വരും. ഇപ്പോൾ അങ്ങനെയല്ല. തുടർച്ചയായി തന്നെ ഒരു സർക്കാരിനെ അവിടെ നിങ്ങൾക്ക് അവസരമുണ്ട്, അല്ലെങ്കിൽ ഒരു 5 വർഷം, ഒരു 10 വർഷം, 15 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളുണ്ടല്ലോ. ആ രീതിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ മലേഷ്യൻ യാത്രയും ഈ കൊച്ചു കുട്ടികളെ പോലെ വിവാദം ഉണ്ടാക്കുന്നതും. ഈ അദ്ദേഹത്തിന് ഇത് തുടക്കമല്ല. പണ്ട് കേരളത്തിൽ വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. കാറിന് മുകളിൽ ചാടിക്കയറും, കടലിൽ ചാടും, അതോടൊപ്പം തന്നെ ഈ കടകളിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി പൊറോട്ട തിന്നാനായി ഇറങ്ങി ഓടിക്കളയും അദ്ദേഹം. അത്തരം നീക്കങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനല്ല കരുതിയത് 2024 മുമ്പ് ഇദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയല്ലോ. അന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ യാത്രയും രീതികളും എല്ലാം കണ്ടപ്പോൾ കരുതി രാഹുൽ ഗാന്ധി മാറി. ഇതിപ്പോൾ പുതിയൊരു രാഹുൽ ഗാന്ധിയാണ്. പഴയ രാഹുൽ ഗാന്ധി ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന, അതോടൊപ്പം തന്നെ കടലിൽ ചാടുന്ന രാഹുൽ ഗാന്ധി അല്ല. അവിടെ നിന്നും മാറി അദ്ദേഹം കളി പഠിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് കരുതി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. വലിയ രീതിയിൽ സപ്പോർട്ടല്ല, ആകെ ലഭിച്ചിരിക്കുന്ന വെറും 99 സീറ്റാണ്. എന്തായാലും 44 നിന്ന് 99 ഒരു വളർച്ച ഉണ്ടല്ലോ, അത് ജനങ്ങൾ പിന്തുണച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു മാറ്റവുമില്ല. വിദേശയാത്രയ്ക്ക് ഒരു കുറവില്ല. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് സംശയങ്ങൾ, വിദേശയാത്രകളിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, അങ്ങനെ തുടരുകയാണ് രാഹുൽ ഗാന്ധി തുടരട്ടെ. 2029 ഭാവി പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മത്സരിക്കും. ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോടുകൂടി തന്നെ ഒരു കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടാക്കും. രാഹുൽ ഗാന്ധി മോനെ, നീ മാറിയിരുന്നോ, അടുത്ത നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി വരട്ടെ എന്ന് കോൺഗ്രസുകാർ പറയും. ആ തീരുമാനം, ആ ഒരു 5 വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങളും ഈ അമൂൽ ബേബി കളിയും അതോടൊപ്പം തന്നെ ഈ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ബാലക ബുദ്ധിയുമായി അദ്ദേഹം 5 വർഷം ഇനി മുന്നോട്ട് പോകട്ടെ.